നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പ്രതീക്ഷിച്ച ആള് തന്നെ. ഹലോ, എന്താ വിജയ്, എല്ലാം സെറ്റ് ചെയ്തോ? ഇവിടെ എല്ലാം ഓക്കെ ആയി. നന്ദിനി ഓൺ ചെയ്യുന്ന സ്വിച്ചിലേക്ക് ഹെവി കറണ്ടാ കൊടുക്കാൻ പോകുന്നത്. മാറിപ്പോരുതേ. മമ്മി പ്രവർത്തിപ്പിക്കേണ്ട സ്വിച്ച് ഏതാണെന്ന് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഇന്ദ്രജയ്, ഞാൻ തൊട്ടടുത്ത് തന്നെയല്ലേ നിൽക്കുന്നേ. കൂടെ ആരാ ഉള്ളത്? ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഒരു തൊഴിലാളിയുണ്ട്. വിശ്വസിക്കാവുന്നവനാണോ? നാളെ മുതൽ ഇലക്ട്രിക്കൽ സെക്ഷന്റെ മേധാവിയാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അതിൽ വീണ് പോയി. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമ്പോ സൂര്യ എല്ലാവരെയും ചോദ്യം ചെയ്യും. അവൻ ആരോടൊന്നും പറയില്ല. അവൻ തന്നെയായിരിക്കും പെട്ടുപോകുക എന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇന്ന് അവള് കമ്പനിയിൽ നിന്നും പെട്ടെന്ന് തിരിച്ചു വരാൻ പാടില്ല. അത്രയ്ക്ക് അവൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രജയ്, തനിക്കൊരു ക്ഷീണം പറ്റിയാൽ അതിന് പ്രതികാരം ചോദിക്കാൻ പറ്റിയ ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും നീ എന്നെ ഒന്ന് അംഗീകരിക്കും. ഈ കാര്യം ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ വിജയ് ഞാൻ അംഗീകരിക്കും. എന്റെ ഭർത്താവ് കഴിവുള്ളവനാണെന്ന് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യും. ഞാൻ താഴേക്കല്ലട്ടെ. ഭാര്യയുടെ മുമ്പിൽ ഒരു നല്ല പേര് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഈ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ ആയി പോകുന്നത്? എന്തായി സാറേ, രണ്ടാമത്തെ കണക്ഷനിലേക്ക് കറണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർ സ്വിച്ച് ഇടാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഓൺ ചെയ്ത് വെച്ചോളാം. അതുവരെ ആരെങ്കിലും ചെക്ക് ചെയ്യാൻ വരികയാണെങ്കിലോ അറിയാൻ പറ്റില്ലല്ലോ. വെരി ഗുഡ്. ഇപ്പൊ താൻ ഓക്കെ ആയി. ഇനി പൊക്കോ. നാളെ മുതൽ പുതിയ സ്ഥാനം, പുതിയ ശമ്പളം. ഓക്കെ? ശരി സാർ. കേട്ടോ? ഓക്കെ. അവൾക്ക് ഇറങ്ങി വരാൻ പ്രത്യേകിച്ച് മുഹൂർത്തമല്ല ഉണ്ടോ ഡാഡി? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയാ മതിയായിരുന്നല്ലോ. കണ്ടോ, മമ്മി നല്ല ഉറക്കമായി. മമ്മി ഉറങ്ങിയെങ്കിൽ മമ്മിയെ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ മോളെ. എത്രയോ സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോ നീയും ഇന്ദ്രജയൊക്കെ വൈകിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കാത്തു നിന്നിട്ടില്ലേ? അതുപോലെ തന്നെ കണ്ടൂടെ ഇതും? ഡാഡി, ഡാഡി നീ എന്നാ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഡാഡിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോ താമസിയാതെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു ഞങ്ങക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വന്നില്ലേടി ഇതുവരെ? ഇനി താലെടുത്ത് മുകളിലേക്ക് ചെല്ലണോ ഇറങ്ങി വരാൻ? മമ്മി, ഇനി നാണം കെട്ട് കാത്തിരിക്കണോ നമ്മൾ അവർക്ക് വേണ്ടി? നമ്മൾ കാത്തിരിക്കുന്നെന്ന് അറിയാവുന്നുണ്ട്. അവൾ അത് കരുതിക്കുട്ടി ചെയ്യുന്ന തന്നെയാ. ഇടവും വലവും ആള് നിൽക്കുമ്പോ അവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും. പത്മ, പിള്ളേരെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് താനിങ്ങനെ അവർക്കൊപ്പം സംസാരിക്കരുത്. അവരിപ്പോ വരും. എന്ത് പണിയാടാ നീ കാണിക്കുന്നത്? നോക്ക്, കാത്തിരുന്ന് നിന്റെ അമ്മ ക്ഷീണിച്ചു. സോറി അച്ഛാ, അത് പിന്നെ കല്യാണം കഴിഞ്ഞ് പുതുമോടികൾ ഒന്നിച്ചിറങ്ങുമ്പോ അച്ഛൻ അറിയാലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട്.
ആ ഇപ്പൊ തന്നെ ദേ മുടി ചീവി കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാനത് ചെയ്തു. സാരിയുടെ പ്ലീറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, അതും ഞാൻ ചെയ്തു.